സംബന്ധിച്ച് നമുക്ക് അഭിമാനിക്കാം. കാരണം ഈ പദ്ധതി തുടങ്ങിയ അന്നു മുതൽ സംസ്ഥാനത്തെ ഏറ്റവും നല്ല പ്രവർത്തനം നടക്കുന്ന ഒരു ജില്ലയാക്കി മാറ്റി നമ്മുടെ ചേർത്തിട്ടുള്ള മെമ്പർമാരുടെ കോൺട്രിബ്യൂഷൻ ഏകദേശം ഒരു 80-85% കൂടുതൽ നമ്മൾ കോൺട്രിബ്യൂഷൻ അടച്ച ഒരു ജില്ല എന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ആ കാര്യത്തിലെ ഏറ്റവും സന്തോഷം യൂണിറ്റുകളുടെ ഭാരവാഹികൾ, ചാർജുള്ളവരുടെ ഉത്തരവാദിത്തപ്പെട്ട അവരുടെ നിലപാടുകൾ ഓരോരുത്തരെയും വിളിച്ച് ആ കോൺട്രിബ്യൂഷൻ അടപ്പിക്കുവാനുള്ള അവരുടെ ആ ഉത്തരവാദിത്തം. പിന്നെ ആദ്യ സമയത്ത് നമ്മുടെ ചെയർമാനായിട്ട് വന്നിരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ജേക്കബ് സാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം മൂലം നമ്മൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ലീവ് കൊടുക്കുകയും അതിന് പകരമായിട്ട് TC അൻസാരിയെ നമ്മളുടെ ഈ സുരക്ഷാ പദ്ധതിയുടെ ചെയർമാനായി മാറ്റുകയും അത് തീർച്ചയായിട്ടും അത് ഗുണം ചെയ്തു എന്ന് വേണം പറയുവാനായിട്ട്. TC അൻസാരി ഈ ചാർജ് എടുത്ത ദിവസം മുതലേ നമ്മുടെ കോൺട്രിബ്യൂഷൻ അടപ്പിക്കുന്നതിനും മൊത്തം ഈ കോട്ടയം ജില്ലയിൽ നിന്നുള്ള മുഴുവൻ മെമ്പർമാരെ നേരിട്ട് വിളിക്കുവാനും പോളിസി മെമ്പർമാരെ വിളിക്കുവാനുമുള്ള അദ്ദേഹം കാണിച്ച ആ ഒരു തീഷ്ണത നമ്മുടെ ഈ ഫണ്ട് ശേഖരണത്തിൽ വളരെ നന്മ കണ്ടു, വിജയം കണ്ടു എന്ന് വേണം പറയാം. ഒരു വർഷം തന്നെ പറയാം. സുരക്ഷാ പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന പ്രസിഡന്റ് ശ്രീ G. ജയപാൽ അവരുടെ നേതൃത്വത്തിൽ വിഭാവനം ചെയ്തപ്പോൾ നിരവധി ചർച്ചകൾക്ക് ശേഷമാണ് ഈ പദ്ധതി അന്ന് സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകിയത്. സത്യത്തിൽ അന്ന് എല്ലാ ജില്ലകളും നിർലോഭമായ വാഗ്ദാനങ്ങളാണ് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയത്. ഒരു വർഷം കഴിയുമ്പോൾ പല ജില്ലകൾക്കും അതിൻ്റെ ഒരു പരിപൂർണതയിൽ എത്തുവാൻ സാധിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ യാതൊരു കാരണവശാലും ഈ പദ്ധതി പരാജയപ്പെടുത്തുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കില്ലെന്ന് ഉറപ്പ് നൽകിയാണ് സംസ്ഥാന കമ്മിറ്റി മീറ്റിങ്ങുകളിൽ നിന്ന് തിരിച്ചു വരുന്നത്. തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ, ഇപ്പം എനിക്ക് മറ്റുള്ള ജില്ലയുടെ കാര്യങ്ങൾ അറിയില്ല, പക്ഷേ കോട്ടയം ജില്ലയിൽ വളരെ ശക്തമായി തന്നെ പ്രവർത്തനം ഇതിൻ്റെ ചെയർമാനായി ചാർജ് എടുത്ത അൻസാരിയുടെ നേതൃത്വത്തിലും മറ്റ് യൂണിറ്റ് ഭാരവാഹികളുടെ നേതൃത്വത്തിലും വളരെ ശക്തമായ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ജില്ലാ കമ്മിറ്റിയിൽ ഓരോ യൂണിറ്റിനും യൂണിറ്റ് കൺവീനർമാരെ ഇതിനായി അൻസാരിയെ സപ്പോർട്ട് ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ കീഴിലും വളരെ സജീവമായി തന്നെ അതിൻ്റെ ഈ കഴിഞ്ഞ ഒരു മാസം നമ്മൾ അടച്ചിരിക്കുന്ന കോൺട്രിബ്യൂഷൻ്റെ എമൗണ്ട് നോക്കിയാൽ തന്നെ നമുക്കത് വ്യക്തമായിട്ടറിയാം. വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് കഴിഞ്ഞ ഒരു 6 മാസത്തെ നമ്മുടെ പ്രവർത്തനം ഇവിടെ നടന്നു പോകുന്നത്. ഇന്ന് ഏതാണ്ട് 36 അംഗങ്ങൾക്കാണ് നമ്മൾ ഏകദേശം നമ്മളിവിടെ ചേർന്ന ആൾക്കാർ നിർഭാഗ്യവശാൽ മരണപ്പെട്ടത്. ഈ 36 കുടുംബങ്ങൾക്കും KHR എന്ന് പറയുന്ന സംഘടന താങ്ങാകുന്നുള്ളൂ എന്നാണ് ഇതിനകത്ത് മറ്റ് സംഘടനയിൽ നിന്ന് നമ്മുടെ സംഘടനയെ വിഭിന്നമായി കാണേണ്ടത്. 36 കുടുംബങ്ങളെ അവർക്കൊരു കൈത്താങ്ങായി നമ്മൾ മാറുമ്പോൾ കോട്ടയം ജില്ലയിൽ 4 പേർക്കാണ് നമ്മൾ കൈത്താങ്ങായി മാറിയിരിക്കുന്നത്. അതിൽ 2 പേർക്ക് ആലപ്പുഴ ജില്ലയിൽ നടന്ന നമ്മുടെ സമ്മേളനത്തിൽ വെച്ച് ഫണ്ട് നമ്മൾ കൈമാറി. ഇനി 2 പേർക്ക് ശ്രീ ജോണി TC, ശ്രീ ബെന്നി ജോസഫ്, നിർഭാഗ്യവശാൽ നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞ നമ്മുടെ സഹപ്രവർത്തകർ, അവർക്കൊരു കൈത്താങ്ങാകാനായിട്ടാണ് ഇന്നിവിടെ നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. പ്രായത്തിന് അതീതമായി തന്നെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെ പരിഗണിക്കാതെ തന്നെ 55 വയസ്സിൽ താഴെയുള്ളവർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ തൊഴിലാളികളെ വരെ സംരക്ഷിക്കുന്ന വളരെ സുന്ദരമായ പദ്ധതി വെറും 100 രൂപയാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരു കുടുംബത്തിന് നമ്മൾ കൈത്താങ്ങായി നൽകേണ്ടി വരുന്നത്. ഇത് നമ്മുടെ കൂട്ടത്തിലുള്ള പല അംഗങ്ങളും മനസ്സിലാക്കാൻ താമസിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. നിങ്ങൾ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നവരാണ്, കഷ്ടപ്പെട്ട് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന ആൾക്കാരാണ് നിങ്ങളെല്ലാവരും. ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത്, എൻ്റെ ജോലി എന്ന് പറയുന്നത് നിങ്ങളെ കറക്റ്റ് ചെയ്യുക, നിങ്ങൾ ചെയ്യുന്ന കുറ്റം കണ്ടുപിടിക്കുക. അതാണ് ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. ഒരു ശത്രുതാപരമായ സമീപനമല്ല. നിങ്ങളെ ഉള്ള പൈസ മേടിച്ച് സർക്കാരിൽ അടപ്പിക്കുക എന്നുള്ളതല്ല ഞങ്ങൾ കടമയെന്ന് പറയുന്നത്. മീൻസ് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ കറക്റ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ള ഞങ്ങളുടെ ഉദ്ദേശം. പക്ഷേ പലപ്പോഴും പല അവസരങ്ങളിലും പല പാളിച്ചകളും ബോധപൂർവമല്ല, മനുഷ്യ സഹജമാണ്, കടന്നു വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഉദാഹരണത്തിന് നമ്മുടെ സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ നിയമം 2006 വന്ന് 2011 മുതൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് വരുന്നു. ഈവൻ ഒരു സ്ഥാപനം തുടങ്ങുമ്പോഴത്തേക്ക്, ഹോട്ടലോ റെസ്റ്റോറൻറ്റോ തുടങ്ങുമ്പോഴത്തേക്ക് ഒന്നാമതായി വേണ്ടുന്ന സാധനം ഭക്ഷ്യസുരക്ഷയുടെ ലൈസൻസാണ്.
അത് ഇന്നും എടുത്തിട്ടില്ലാത്ത ആൾക്കാർ നമ്മുടെ കോട്ടയത്തുണ്ട് എന്ന് പറയുമ്പോൾ അത് സങ്കടകരമാണ്. വിരലെണ്ണാവുന്ന ആൾക്കാരാണ്. ഞാൻ ഉദാഹരണം പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഭക്ഷ്യസുരക്ഷാ ലൈസൻസ്. ഒരു മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഒരു ലൈസൻസ് എടുക്കുന്ന പഞ്ചായത്ത് ലൈസൻസ് എടുത്താലും ഒരുപാട് പ്രാവശ്യം. പക്ഷേ ഞങ്ങൾക്ക് വളരെ സിമ്പിളാണ്. ഓൺലൈനായിട്ട് ഒരു ലൈസൻസ് എടുക്കുന്നതിന് വളരെ സിമ്പിൾ മെത്തേഡ്സ് ആണ്. മാത്രമല്ല നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ആവശ്യമായിട്ട് ഒരു ലൈസൻസ് ഓൺലൈൻ ആപ്ലിക്കേഷൻ വന്നാലും ഡോക്യുമെന്റ്സ് കറക്റ്റാണ്. വിത്തിൻ ഡേയ്സിൽ, അതായത് 2, 3, 4, 5 ദിവസങ്ങളിൽ ഞങ്ങളത് പ്രോസസ്സ് ചെയ്ത് നിങ്ങൾക്ക് ലൈസൻസ് തരാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്, തരികയും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നലെ ഇവിടെ നിന്നൊരു കാര്യം ഞാൻ ആലോചിക്കുന്നത്, നമുക്ക് നല്ല ജോലി തിരക്കുണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്. കാര്യം ഈ 9 അസംബ്ലി മണ്ഡലങ്ങളിലും ആകെ 10 ഫുഡ് സേഫ്റ്റി ഓഫീസർമാരും പിന്നെ ഭക്ഷ്യസുരക്ഷയുടെ അസിസ്റ്റന്റ് കമ്മീഷണറായി ഞാനുമാണുള്ളത്. നമ്മുടെ ജില്ലയിൽ നിരവധി ഹോട്ടലുകൾ, സ്ഥാപനങ്ങൾ, തട്ടുകടകൾ, ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്സുകൾ, ബേക്കറികൾ, ഇവിടെയെല്ലാം യാതൊരുവിധ കുഴപ്പവും ആർക്കും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത എനിക്കും ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്കുമാണ്. ചിലപ്പോൾ വീക്കെൻഡ്സിൽ, ഹോളിഡേയ്സിലൊക്കെ, ഞാൻ കൊല്ലം ജില്ലക്കാരനാണ്, ചിലപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ യാദൃച്ഛികമായിട്ടൊക്കെ ഈ സ്ക്രോള് പോകണമെന്ന് കണ്ടിട്ടുണ്ട്. അതായത് വീക്കെൻഡ്സിൽ, ഹോളിഡേയ്സിലൊക്കെ ചാനലിലൂടെ സ്ക്രോൾസ് പോകും. അതായത് ഭക്ഷ്യവിഷബാധ ആദ്യത്തിൽ കാണും. ഭാഗ്യത്തിന് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ കോട്ടയമല്ലേ എന്ന് പ്രാർത്ഥിക്കും, ആവരുതേ എന്ന് പ്രാർത്ഥിക്കും. കോട്ടയം ആയിക്കഴിഞ്ഞാൽ അടുത്ത കോള എനിക്ക്, അടുത്ത പണി എനിക്കാ. ദൈവാധീനം കൊണ്ട് അങ്ങനെ ഇൻസിഡന്റ് വലുതായിട്ട് ഞാനൊരു 8 മാസമായിട്ടും സംഭവിച്ചുള്ളത്. എൻ്റെ മാത്രം എടുക്കല്ല, നിങ്ങളെ കോൺട്രിബ്യൂഷൻസും അതുണ്ട്, അതിനകത്തുണ്ട്, യാതൊരു സംശയമില്ല. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ലൈസൻസിങ്ങിനെ പറ്റി. ഇന്നലെ അതായത് ഇന്നിപ്പോൾ ഒരു ലൈസൻസ് നമുക്ക് ഇന്ന് തീരുന്ന ദിവസമാണ്. ഇന്ന് 12 മണി കഴിഞ്ഞാൽ നിങ്ങൾ 3 times പൈസ അടയ്ക്കണം. എല്ലാവർക്കും അറിയാമെന്ന് അറിയാം, വിശദീകരിക്കുന്നില്ല. 2000 രൂപ അടയ്ക്കുന്ന ഒരാൾ ഇന്ന് 12 മണി കഴിഞ്ഞാൽ നാളെ 6000 രൂപ അടച്ചെങ്കിലേ വെക്കും. അത് ആരും വരച്ച് നടക്കും, സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അതുപോലെ ലാഘവത്തോടെ കാണുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ഒരാളെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് ലൈസൻസ് പുതുക്കണം. അപ്പോഴും ഓക്കെ, പുള്ളിക്ക് OTP വരുന്നില്ല ഫോണിൽ. OTP ഞാൻ മാറ്റി കൊടുക്കണം. ഓക്കെ, ഞാനാ മാറ്റി കൊടുക്കണം, ഞാൻ തയ്യാറാണ്. പക്ഷേ നോക്കിയപ്പോഴോ സിസ്റ്റം എററാ, സൈറ്റ് കിട്ടുന്നില്ല. അന്നേരം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു അതായത് അദ്ദേഹത്തിന് ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ 1 മാസം മുമ്പോ ചെയ്യാം. പക്ഷെ അത് പുള്ളിയുടെ അലസത കാരണം 6000 രൂപ കയ്യിൽ നിന്ന് പോകേണ്ടി വന്നു. അങ്ങനത്തെ സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങളിപ്പോൾ കൂട്ടായ്മ നല്ല സ്വാഗതകരമായ കാര്യമാണ്. ഈ സുരക്ഷാ പദ്ധതിയിൽ അംഗമായ പിന്നീട് ഏതെങ്കിലും സാഹചര്യത്തിൽ ആ വ്യക്തി മരണപ്പെട്ടാൽ അവർക്ക് 10 ലക്ഷം രൂപ ധനസഹായമായി നൽകുമെന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുകയും നമ്മുടെ ഇടയിൽ നിന്ന് നമ്മളോടൊപ്പം പ്രവർത്തിച്ചിരുന്ന 2 വ്യക്തിത്വങ്ങളെ, ശ്രീ ജോണി അവറുകൾ, അതോടൊപ്പം തന്നെ ശ്രീ ബെന്നി ജോസഫ്, ഈ 2 പേര് അകാലത്തിൽ നമ്മളിൽ നിന്ന് വേർപെട്ടുപോയി.
അവരുടെ കുടുംബത്തിന് ഈ പറഞ്ഞതുപോലെ ആ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ആ ഒരു ആനുകൂല്യം ഇന്നിവിടെ കൈമാറുമ്പോൾ സംഘടനയെ സംബന്ധിച്ചിടത്തോളം സംഘടന മരണാനന്തര കാലഘട്ടത്തിൽ ആ കുടുംബത്തിനോടൊപ്പം നിൽക്കുന്നുവെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു നിമിഷം കൂടിയാണ്. ഒരുപക്ഷെ ഈ സംഘടനയുടെ ആ ഒരു കെട്ടുറപ്പിൻ്റെ ഭാഗമാണ് ഇത്തരം ഒരു ആശയം മുമ്പോട്ട് വെക്കുകയും ആശയത്തെ ഇന്നിവിടെ പ്രാവർത്തികമാക്കാനും കഴിഞ്ഞത് സംഘടനയുടെ കെട്ടുറപ്പിൻ്റെയും വിശ്വാസ്യതയുടെയും അതോടൊപ്പം തന്നെ മാനുഷികമായ സംഘടനയുടെ വലിയ മുഖത്തിൻ്റെ കൂടി ഭാഗമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം ഒരു ചടങ്ങിൻ്റെ ഭാഗമാകുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു കൈമാറ്റ ചടങ്ങ് നമുക്കൊരിക്കലും സന്തോഷകരമായൊരു അനുഭവമല്ല. അകാലത്തിലെ നമ്മുടെ 2 സുഹൃത്തുക്കൾ വേർപെടുമ്പോൾ അല്ലെങ്കിൽ അവർ നമ്മളോടൊപ്പം ഇല്ല എന്നുള്ള ദുഃഖം തീർച്ചയായിട്ടും നമ്മളോടൊപ്പം ഉണ്ട്. പക്ഷേ എങ്കിലും ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രയിൽ ആ കുടുംബത്തെ നമ്മൾ ചേർത്ത് പിടിക്കുന്നുവെന്ന് അവരെയും ഓർമ്മിപ്പിക്കുന്ന ഒരു സന്ദർഭം കൂടിയായത് മാറുകയാണ്. അപ്പോൾ ആ ഒരു ചടങ്ങിൻ്റെ ഭാഗമാകാനായിട്ടാണ് ഇന്നിവിടെ നമ്മളെല്ലാം ഒത്തുചേർന്നത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു എനിക്ക് വളരെ വ്യക്തിപരമായ ഒരുപാട് അടുപ്പവും സ്നേഹമൊക്കെയുള്ള ഒരുപാട് ആളുകൾ ഇതിൻ്റെ അംഗങ്ങളായിട്ടുള്ളവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ എത്തിക്കാനും അതൊക്കെ പലപ്പോഴും സൂചിപ്പിക്കാനൊക്കെ തന്നെയാണ്. ഞങ്ങളെ കുഞ്ഞുമാനെന്ന് വിളിക്കുന്ന ശ്രീ പിഴിപ്പൂട്ടി, എനിക്ക് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക നാമധേയം വലിയ ബുദ്ധിമുട്ടാണ് ഓർത്തിരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് അറിയാതെയാണെങ്കിൽ ഞാനതാണ് പറയുന്നത്. വർഷങ്ങളായിട്ടുള്ള ഒരടുപ്പമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ ജില്ലാ ട്രഷററാണെങ്കിലും ശ്രീ മുഹമ്മദ് ഷെറീഫ്, അതോടൊപ്പം തന്നെയുള്ള മറ്റ് ഭാരവാഹികളൊക്കെ തന്നെ ഒരുപാട് ആളുകൾ. ഇവിടെ റിജി ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവ് കൂടിയാണ് അദ്ദേഹം. അപ്പം അങ്ങനെ ഒരുപാട് ആളുകൾ, ഞാൻ പേരുകൾ ഓരോരുത്തരും എടുത്തു പറയുന്നില്ല. അങ്ങനെ വളരെ വ്യക്തിപരമായൊരു ബന്ധമുണ്ട്. ഞാൻ ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാൻ വന്നത്, ഈ മേഖല നേരിടുന്ന പല പ്രശ്നങ്ങളും പലപ്പോഴും ഇതിൻ്റെ ഭാരവാഹികളുമൊക്കെ തന്നെ നമ്മുടെയൊക്കെ മുമ്പിൽ പലപ്പോഴും എത്തിക്കാറുണ്ട്. പക്ഷേ എനിക്കത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇന്ന് ഈ മേഖല അനിയന്ത്രിതമായി ഉണ്ടാകുന്ന സാധനങ്ങളുടെ വിലക്കയറ്റം മേഖലയെ വല്ലാതെ ബാധിക്കുന്നൊരു കാലഘട്ടമാണ്. സ്വാഭാവികമായി ചില കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്തേക്കുള്ള സാഹചര്യം. അതോടൊപ്പം എനിക്ക് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പലപ്പോഴും തൊഴിലാളികളുടെ കുറവും ക്ഷാമവും ഒക്കെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ആ കാര്യത്തിലൊക്കെ മാത്രമല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ തന്നെ ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ചുള്ള ലൈസൻസും കാര്യങ്ങളുമെല്ലാം അത് തയ്യാറാക്കി അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സ്ഥാപനം ആരംഭിച്ച് ആ സ്ഥാപനത്തിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളാണെങ്കിലും ഭക്ഷ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിച്ച ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പരമാവധി അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പോൾ അതിനിടയിൽ ചിലപ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, പറയാതെ ഒന്നും ശരിയല്ല. ഇതൊന്നുമില്ലാതെ തന്നെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പലപ്പോഴും പുറത്ത് കാണാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല, ആ കാര്യത്തിൽ എല്ലാ മാനദണ്ഡങ്ങളും ലൈസൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ പലപ്പോഴും ഇതിൻ്റെ ഭാരവാഹികൾ, സംഘടനയിലുള്ള ആളുകൾ ഈ ഒരു പരാതി പലപ്പോഴും നമ്മുടെ മുമ്പിൽ പറയാറുണ്ട്. പ്രത്യേകിച്ച് ഈ റോഡ് വക്കിലെ കച്ചവടം, അതിനകത്ത് യാതൊരു നിയന്ത്രണവും നിങ്ങളാരും കൊണ്ടുവരുന്നില്ല എന്നൊക്കെയുള്ള പരാതി പലപ്പോഴും സംഘടനയുടെ നേതാക്കന്മാർ ഒറ്റയ്ക്ക് കാണുമ്പോഴും കൂട്ടായിട്ട് കാണുമ്പോഴൊക്കെ പരാതിപ്പെടാറുണ്ട്. തീർച്ചയായിട്ടും അത് ഗൗരവമായ ഒരു വിഷയമായി തന്നെയാണ് സത്യത്തിൽ കാണേണ്ടത് എന്നുള്ളതും ഞാൻ അതിനകത്ത് അഭിപ്രായ വ്യത്യാസം പറയുന്നില്ല. എങ്കിലും പരമാവധി ഇക്കാര്യത്തിലൊക്കെയുള്ള നല്ല നിലപാടുകൾ സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഞാൻ ഓർത്തൊരു കാര്യം, സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഈ സംഘടന അതിൻ്റെ അസോസിയേഷൻ സ്വാഭാവികമായതിനകത്തെ അംഗങ്ങളുടെ ആവശ്യകതയും അവരുടെ ആവശ്യങ്ങൾക്കും അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാനും അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ നിലകൊള്ളുക എന്നുള്ളതാണ്.
അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു അസോസിയേഷനിലെ അംഗങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടൊപ്പം തന്നെ സമൂഹത്തെ കാണാനായിട്ട് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും ഇടപെടാനും ഒക്കെ തന്നെ നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തയ്യാറായിട്ടുണ്ട് എന്നുള്ളൂടെ എടുത്തു പറയാതെ കടന്നു പോകുന്നത് ശരിയല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വിശപ്പ് രഹിത കേരളം എന്ന പദ്ധതി നടപ്പാക്കിയ സമയത്ത് സംഘടനയെ സംബന്ധിച്ചിടത്തോളം സംഘടന വളരെ ആത്മാർത്ഥമായി തന്നെ ഗവൺമെൻറ്റിനോടൊപ്പം സഹകരിച്ചുകൊണ്ട് ആ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ ഒരു വാൻഷികമായ വലിയൊരു മുഖം ഈ കാര്യത്തിൽ എടുത്ത് കാണിച്ചത് ഞാൻ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഇങ്ങോട്ട് വന്ന പല പദ്ധതികളും. ഇപ്പം ഇവിടെ ഈ ഗ്രീൻ കോട്ടയം പദ്ധതി നടപ്പാക്കിയ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് ആ കാര്യത്തിന് അതിൻ്റെ മീറ്റിങ്ങുകളിലൊക്കെ ഭാരവാഹികൾ കടന്നു വരികയും അത് ജില്ലാ ഭരണകൂടത്തിനോടൊപ്പം ആ കാര്യത്തിൽ സഹകരിച്ചുകൊണ്ട് പരമാവധി ആ കാര്യത്തിൽ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ വളരെ ക്രിയാത്മകമായ വളരെ പോസിറ്റീവായ ഒരു സ്റ്റാൻഡ് ഈ കാര്യത്തിൽ എടുത്തിട്ടുണ്ട് എന്ന് ഞാൻ ഓർക്കുകയാണ്. അന്നം പുണ്യം എന്ന പദ്ധതിയോടൊപ്പം തന്നെ സഹകരിച്ചുകൊണ്ട് ആ പദ്ധതിക്കും കൈത്താങ്ങായിട്ട് സംഘടനയുടെ ഭാഗത്തു നിന്ന് നിങ്ങളുടെ വലിയൊരു സഹായം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അപ്പുറത്ത് പക്ഷേ കേരളം കണ്ട നമ്മുടെയൊക്കെ ഒരു ഓർമ്മയിൽ കണ്ട ഏറ്റവും വലിയ ദുരന്തമുഖമായിരുന്നു വയനാട്ടിലെ ദുരന്തമുഖം. വയനാട്ടിലെ ദുരന്തമുഖ സമയത്ത് നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വലിയ പ്രതിസന്ധിയിൽ സംസ്ഥാന ഗവൺമെൻറ്റിനോടൊപ്പം ഏതാണ്ട് ആത്മാർത്ഥമായി നിന്നു. ഞാൻ വയനാട്ടിൽ വരുമ്പോൾ ഞാൻ വരുന്ന സമയത്ത് ഇതിൽ ചില ആളുകളെ അവിടെ എനിക്ക് കാണാനും ഇടയായി. ഏതാണ്ട് കമ്മ്യൂണിറ്റി കിച്ചൺ 50 ദിവസത്തോളം കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തി. ആ സന്ദർഭത്തിൽ നിങ്ങളുടെ സാന്നിധ്യം അവിടെ ഞാനന്ന് അവിടെ വരുന്ന സമയത്ത് അങ്ങനെ കാണാനിടയായതെന്ന് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് ഒരു വലിയ ദുരന്തമുഖത്തിൽ കയ്യും മെയ്യും മറന്ന് സംഘടനയുടെ കേരളത്തിൻ്റെ വിവിധ പ്രദേശത്തുള്ള ആളുകൾ ഓൾട്ടർനേറ്റീവായിട്ട് ഏറ്റെടുത്ത് ആ പരിപാടിയെ നല്ല നിലയിലത് വിജയിപ്പിക്കാൻ മുൻകൈയെടുത്തത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നം അത് ഞാൻ പറഞ്ഞു ഇതൊന്നും ഈ അസോസിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. സത്യം അകത്തുള്ള ആഭ്യന്തരമായ ഇൻറ്റേണലായിട്ടുള്ള കാര്യങ്ങളല്ല. സമൂഹത്തിൻ്റെ പുറത്ത് കാണുന്ന പ്രശ്നങ്ങളെയും സമൂഹം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെയും സമൂഹവുമായി ബന്ധപ്പെട്ട ഇത്തരം ദുരന്തങ്ങളെയും ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യാൻ സംഘടന കാണിക്കുന്ന വലിയൊരു ആത്മാർത്ഥമായ സമീപനത്തെ എടുത്തു പറയാതെ പോകുന്നത് ശരിയല്ല എന്നുകൊണ്ടാണ് ഞാനത് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്. ഒരുപക്ഷെ അതോടൊപ്പം തന്നെയാണ് പുറത്തുള്ളതോടൊപ്പം തന്നെ അകത്തുള്ള പ്രശ്നങ്ങളിലൂടെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വിഷയത്തിൻ്റെ മാതൃകയാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ഓർമ്മ. ഇത്തരം ഒരു പദ്ധതി വളരെ മാതൃകാപരമാണ്. ഒരു അംഗത്തിന് എന്തെങ്കിലും ജീവഹാനി സംഭവിച്ചാൽ ആ വ്യക്തി അടച്ച പണത്തിനോടൊപ്പം കേരളത്തിൻ്റെ മുഴുവൻ പ്രദേശത്തുള്ള ആളുകൾ അവരുടെ കയ്യിൽ നിന്ന് പ്രത്യേകമായ ഒരു കോൺട്രിബ്യൂഷൻ നടത്തി അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തി അങ്ങനെ ഒരു സംഘടനാ സംവിധാനത്തിൽ മറ്റാരും തന്നെ ഇത്തരം ഒരു സ്കീം നടപ്പാക്കുന്നതായിട്ട് ഉണ്ടായെന്ന് എൻ്റെ ഒരു പരിമിതമായ അറിവില്ല എന്നെനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ പ്രത്യേകമായി നടത്തി അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തി ആ കുടുംബത്തെ സഹായിക്കാൻ തയ്യാറാകും. ഇതൊരു വളരെ നൂതനമായ നമ്മൾ പറയാറുള്ള വളരെ നോവലായ വളരെ ഒരു ആശയമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അത് പറഞ്ഞു, അത് പ്രാവർത്തികമാക്കി, അത് നടപ്പാക്കി, ആ നടപ്പാക്കാൻ കാണിച്ച ആർജവം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഞാനതിന് വളരെ പ്രത്യേകമായിട്ട് നിങ്ങളെല്ലാം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാം. ദീർഘമായ പ്രസംഗത്തിലേക്ക് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് അതിനകത്ത്. ഒന്ന്, മരണം അനിവാര്യമായ ഒരു കാര്യമാണ്, ആർക്കും തടയാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷെ മരണത്തിൽ ഒരു കുടുംബം അനാഥപ്പെട്ടു പോകുമ്പോൾ ആ കുടുംബത്തിനെ ചേർത്ത് പിടിക്കുവാൻ സഹപ്രവർത്തകരടക്കമുള്ള ഒരു മനസ്സ് കാണിക്കുമ്പോൾ അതിനെ നന്മയും സ്നേഹത്തോടും കൂടി തന്നെയാണ് ഈ പരിപാടി നമുക്ക് നോക്കിക്കാണുവാൻ സാധിക്കും. ഈ പരിപാടി കോട്ടയം ജില്ലയിൽ തുടങ്ങി വെച്ചത് തന്നെ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാന്യനായ ശ്രീ ഡോക്ടർ എൻ ജയരാജ് അവർകളാണ്. കറുകച്ചാലിൽ വെച്ച് ഞാനുമായി പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. നമുക്കെന്നും അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ ചാരിറ്റി ജീവകാരുണ്യ പദ്ധതികൾ വരുമ്പോഴും നാം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും വിചാരം നമ്മളെല്ലാം ഒരു 100 വയസ്സ് വരെ ഞാനടക്കമുള്ളത് ജീവിച്ചിരിക്കുന്ന ഒരു പ്രതീക്ഷയോടു കൂടിയാണ്. അതല്ലെങ്കിൽ മരണത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കാറില്ല, നാളെയെ പറ്റിയല്ല, ഇന്നത്തെ പറ്റി തന്നെയാണ് കൂടുതൽ ചിന്തിക്കുന്നത്. കേരളത്തിലെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 70-80% വരുന്ന
ചെറുകിട ഇടത്തരം ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മരണം ആ കുടുംബത്തെ അനാഥമാക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. കാരണം ഒരു ദിവസത്തെ വരുമാനം സ്വന്തം ഉപജീവനത്തിന് പോലും തികയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളത്തിലെ ഹോട്ടൽ മേഖല കടന്നു പോകുന്നത്. നമുക്കറിയാം, വ്യവസായ സൗഹൃദ സംസ്ഥാനമായ കേരളത്തിൽ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് വിപ്പിന്റെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്, ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി ഒരു യോഗം വിളിക്കുകയുണ്ടായി. ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തു. ഞാനടക്കം 2-3 പേര് നമ്മുടെ ഭാരവാഹികൾ. ആ യോഗത്തിൽ അവതരിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് നമ്മൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല, നിങ്ങളെല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. ഈ നിയമസഭയിൽ അവതരിപ്പിക്കാനുള്ള ഒരു ബില്ലിന്റെ കരടാണ് അദ്ദേഹം അവിടെ നമ്മുടെ മുമ്പിലേക്ക് തന്നത്. ഒരു വശത്തുകൂടെ വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്ന് കേരളത്തെ അഭിമുഖീകരിക്കുകയും അങ്ങനെ പറയുകയും പ്രവർത്തിക്കുകയും തീർച്ചയായിട്ടും പറയണമല്ലോ. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ ഭക്ഷണ വിതരണ മേഖലയെ ഹോട്ടൽ പ്രസ്ഥാനത്തോടെ എന്നും അനുഭവവും സ്നേഹപൂർണവുമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ പറയുവാൻ കഴിയും. പക്ഷെ ആ ബില്ലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനത്തിലോട്ട് ചേരാത്ത രീതിയിലുള്ള ഒരു ബില്ലാണ്, അതിന്റെ കരടാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് നമുക്ക് ലൈസൻസ് കിട്ടിയിട്ടില്ല. കേരളത്തിലെ ഏതാണ്ട് 90% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നമുക്ക് ആവശ്യമായ ലൈസൻസ് കൊടുക്കുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ PCBയുടെ NOC ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ലൈസൻസ് തരുന്നില്ല എന്നാണ് പറയുന്നത്. PCBയുടെ NOC ആവശ്യമില്ല എന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് തദ്ദേശ സ്വയംഭരണ മന്ത്രി തന്നെ പറഞ്ഞിട്ടും ലൈസൻസ് കൊടുക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ട്. PCBയുടെ NOC ഇല്ലാത്ത സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ കീഴിലാണ് PCBയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷ് പറഞ്ഞു, നിങ്ങൾ മുഖ്യമന്ത്രിയെ പോയി കാണുക, എനിക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ അത്രയേറെ വകുപ്പുകൾ നമ്മുടെ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഭക്ഷ്യവകുപ്പ് മന്ത്രി വിളിച്ച യോഗത്തിൽ അദ്ദേഹം ഒരു പുതിയ ബില്ല് കൊണ്ടുവരികയാണ്. ആ ബില്ലിൽ കേരളത്തിൽ ഇനിയും നമ്മുടെ ഹോട്ടൽ മേഖല നടന്നു പോകുമ്പോൾ ഒരു ലൈസൻസും കൂടി എടുക്കണം. അതായത് കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു ജില്ലാ ഭരണസമിതിയും തഹസീൽദാരുടെ നേതൃത്വത്തിലുള്ള ഒരു താലൂക്ക് സമിതിയും കൂടി വരാൻ പോവുകയാണ്. ഈ സമിതിയിൽ, താലൂക്ക് സമിതിയിൽ അളവ് തൂക്ക വകുപ്പിൻ്റെയും ഒപ്പം തന്നെ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെയും അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥന്മാരാണ് അതിൽ അംഗങ്ങളായിട്ടുള്ളത്. ഇത് തന്നെ ജില്ലാതലത്തിൽ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കരടിൽ എഴുതിയിരിക്കുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലൈസൻസ് ആവശ്യമുണ്ടെങ്കിൽ ലൈസൻസ് എടുക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ഗ്രേഡിംഗ് നിശ്ചയിക്കുന്നതിനായിട്ട് ഒരു അപേക്ഷ താലൂക്ക് സമിതിക്കും താലൂക്ക് സമിതി മുഖാന്തരം ജില്ലാ സമിതിക്കും കൊടുക്കണം. ജില്ലാ സമിതി വന്ന് നമ്മുടെ സ്ഥാപനത്തിൽ പരിശോധന നടത്തി നമുക്ക് ഏത് ഗ്രേഡാണെന്ന് നിശ്ചയിക്കും. ആ ഗ്രേഡ് നമ്മൾ രേഖപ്പെടുത്തണം. അതുകൊണ്ട് തീർന്നില്ല. ആ ഗ്രേഡ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഏത് നിമിഷവും ഈ 3 വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക്, നിലവിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നമ്മുടെ സ്ഥാപനത്തിൽ പരിശോധിക്കുന്നുണ്ട്, മറ്റ് 3 സിവിൽ സപ്ലൈസ്, അതുപോലെ തന്നെ റവന്യൂ, അതുപോലെ തന്നെ അളവ് തൂക്ക വകുപ്പ് 3നും നമ്മുടെ സ്ഥാപനത്തിൽ കയറി പരിശോധന നടത്താനും അതുപോലെ തന്നെ നമ്മുടെ വിലവിവര പട്ടികയിലുള്ള വിലയിൽ കൂടുതൽ ഏതെങ്കിലും സാധനങ്ങൾക്ക് വില കൂട്ടണമെങ്കിൽ ബന്ധപ്പെട്ട ജില്ലാ അതോറിറ്റിക്ക് ലെറ്റർ കൊടുക്കുകയും അവരുടെ അനുവാദത്തോടു കൂടി മാത്രമാണ് നമുക്ക് ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂട്ടുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ കേരളത്തിൽ ഒത്തിരിയേറെ പലചരക്ക് കടകളുണ്ട്. അതുപോലെ തന്നെ ഒത്തിരിയേറെ ഫിഷ്, അതുപോലെ മീറ്റുണ്ട്. മീറ്റിന് ഒരു ദിവസം ചിക്കന് 300 രൂപ വില കൂടുന്നു. അതുപോലെ തന്നെ ഭക്ഷ്യസാധനങ്ങൾക്കൊക്കെ വില കൂടുന്നു. ഇവർക്കൊന്നും നിയന്ത്രിക്കാൻ ഒരു സംവിധാനമില്ലാത്ത നമ്മുടെ സംസ്ഥാനത്ത് ഹോട്ടൽ ഭക്ഷണത്തിന് വില കൂട്ടണമെങ്കിൽ ഗവൺമെന്റിന്റെ അംഗീകാരം മേടിക്കണം എന്ന് പറയുന്നതിന്റെ അനൗചിത്യം, ഒപ്പം തന്നെ ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള കേരളത്തിൽ വീണ്ടും ഒരു 3-4 വകുപ്പുകൾക്ക് കൂടി നമ്മുടെ സ്ഥാപനത്തിൽ കയറി പരിശോധന നടത്തുവാനുള്ള ഒരു അനുവാദം കൊടുക്കുന്നതിന്റെ യുക്തിരഹിതം. മൂന്നാമത്തത്, നിലവിൽ ഗ്രേഡിങ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നന്നായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ വീണ്ടും എന്താണ് സാർ ഈ ഗ്രേഡിങ്ങും കൊണ്ട് കേരളത്തിലെ പൊതുജനങ്ങൾക്കോ ഇവിടുത്തെ വ്യാപാര മേഖലയ്ക്കോ എന്താണ് ഗുണമെന്ന് ചോദിച്ചപ്പോൾ മന്ത്രി തന്നെ ചോദിച്ചപ്പോൾ നിലവിൽ ഗ്രേഡിംഗ് ഉള്ളത് മന്ത്രിക്ക് അറിയില്ല. അതായത് അധികാരം കൈയടക്കാനുള്ള ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റായ ചില കീഴ്വഴക്കങ്ങൾക്ക് നമ്മുടെ മന്ത്രിമാർ പോലും അറിയാതെ കീഴ്പ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ വിവരം നമ്മൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്.
ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മിനിസ്റ്റർ അടുത്ത് കഴിഞ്ഞ ദിവസമായി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. രാജീവ് മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ചീഫ് വിപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കാരണം തെറ്റായ കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖലയാണ് ഈ ഭക്ഷണ വിതരണ മേഖലയായ ഹോട്ടൽ മേഖല. അത് അദ്ദേഹവും അത് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയുള്ള ഹോട്ടൽ മേഖലയെ നിലനിർത്തുന്നതിന് ഈ ജനാധിപത്യ സർക്കാർ എന്ന് പറയുന്നത്, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളെന്ന് പറയുന്നത് എന്താണ്? അത് ഇവിടുത്തെ ഹോട്ടലടക്കമുള്ള ഇവിടുത്തെ വ്യാപാര മേഖലയും കൂടി ചേർന്നതാണ് ഇവിടുത്തെ ജനങ്ങൾ. ഒരു മേഖലയെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് നമുക്കറിയാം പലപ്പോഴും അനധികൃത കച്ചവടം ഊണ് പോലെ പെറ്റുവരികയാണ്. എല്ലാ ലൈസൻസും എടുത്തുകൊണ്ട് നമ്മൾ സ്ഥാപനം നടത്തുന്നു. അപ്പുറത്തെ ഒരു വിഭാഗം ഒരു ലൈസൻസും ഇല്ലാതെ സ്ഥാപനം നടത്തുന്നു. അപ്പം അതെല്ലാം വളരെ ബുദ്ധിമുട്ടായിട്ട് ഈ വ്യാപാര മേഖലയെ ബാധിക്കുമ്പോൾ അതിനിടയ്ക്ക് വേറൊരു നിയമം കൂടി കൊണ്ടുവരുമ്പോൾ അത് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പോലുള്ള സംഘടനകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമാണ്, ദുഃഖകരമാണ് എന്ന് ഏറ്റവും ബഹുമാനത്തോടുകൂടി ഇവിടുത്തെ KHRക്ക് വേണ്ടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അത്ര മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇന്നിവിടെ നമ്മുടെ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈസൻസ്, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമുക്ക് ലൈസൻസ് തരുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങളും അങ്ങയുടെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് കൂടി ഈ അവസ്ഥയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മളൊക്കെ അറിയാം, മുഖാമുഖം പരിപാടിയിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ വിഷയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകൊണ്ടായി ലൈസൻസ് കിട്ടുന്നില്ല എന്ന് വരാം. അദ്ദേഹം അവിടെ മറുപടി പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കാലത്തിനൊത്ത് മാറണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും കാലത്തിനൊത്ത് മാറേണ്ട ചുമതല ഇവിടുത്തെ വ്യാപാര മേഖലയ്ക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ശുചിത്വ മിഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് പെരുമ്പാവൂർ വലിയൊരു ശുചിത്വ നിർമ്മാർജ്ജന, അതായത് ഭക്ഷണ മാലിന്യത്തിൽ നിന്ന് പെറ്റ് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ടാക്കുന്ന കാര്യം നമ്മൾ നടപ്പിൽ വരുത്താൻ പോവുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇവിടുത്തെ സംസ്ഥാന സർക്കാരുമായിട്ട് സഹകരിച്ചു പോകുന്നൊരു സംഘടന കൂടിയാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ ഈ ഒരു കാര്യം, ചെറുകിട ഇടത്തരം ഹോട്ടലുകൾക്ക് ലൈസൻസ് കിട്ടാത്ത കാര്യം അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ര മാത്രമേ നമ്മളും പറയുന്നുള്ളൂ. ബഹുമാനപ്പെട്ട ചീഫ് വിപ്പിൻ്റെ ശ്രദ്ധയിലും അത് പെടുത്തുകയാണ്. ഈ കളക്ടറെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോട്ടയത്ത് വന്നുകൊണ്ട് പറയുകയാണ്, മറ്റ് 13 ജില്ലകളിലും മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ KHRയെ ക്ഷണിച്ചിരുന്നു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ കളക്ടർ അടക്കമുള്ള ജനപ്രതിനിധികളുമായി, കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരായിട്ടും ജനപ്രതിനിധികളുമായിട്ടൊക്കെ സഹകരിക്കുന്ന കേരളത്തെ ഏറ്റവും മാതൃകാപരമായ ഒരു സംഘടനയാണ് കോട്ടയത്തെ KHR എങ്കിൽ ആ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനെ ഇവിടുത്തെ മുഖാമുഖം പരിപാടി ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതും വളരെ വേദനാജനകമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കൂടുതലായിട്ട് കിടക്കുന്നില്ല. ഇന്ന് എനിക്ക് തോന്നുന്നു 21ാമത്തെ ആൾക്കാണ് ഇന്നിവിടെ നമ്മൾ 10 ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നത്. 3000 രൂപ വെച്ച് പ്രാഥമികമായി അടച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ഒരു സ്നേഹ ചെങ്ങല സൃഷ്ടിച്ചുകൊണ്ട് ആ ചെങ്ങലകളിൽ കണ്ണിയായ ഏതൊരു കുടുംബത്തിലും എന്തെങ്കിലും തരത്തിലുള്ള അപ്രതീക്ഷിതമായ മരണമെന്ന ദുരന്തമുണ്ടായാൽ മറ്റുള്ളവർ ചേർന്ന് 100 രൂപ വെച്ച് കൊടുത്ത് സഹായിച്ചുകൊണ്ട് ആ കുടുംബത്തിലേക്ക് 10 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ് കേരളത്തിൽ KHR നടപ്പിലാക്കിയിട്ടുള്ളത്. മറ്റുള്ള സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തം തൊഴിലാളികളെയും കൂടി ചേർത്ത് പിടിച്ച ഒരു പദ്ധതി കൂടിയാണത്. ആ പദ്ധതിയുടെ ഇന്ന് 21ാമത്തെ ആൾക്കാണ്. അതായത് 2 കോടി 10 ലക്ഷം രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ളവർക്ക് നമ്മൾ ഉടൻ തന്നെ കൊടുക്കും. അതിനകത്ത് എനിക്ക് പ്രിയപ്പെട്ട അംഗങ്ങളോട് പറയുവാനുള്ളത്, ചേരാത്തവർ ഉടൻ തന്നെ ചേരുക. തിരുവനന്തപുരത്താണെന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കൽ ഞാൻ നമുക്ക് ചോദിച്ചു, സാറേ ഇത് എനിക്കിപ്പോൾ 25 വയസ്സായിട്ടുള്ളൂ, ഞാനിത് എത്ര വർഷം അടയ്ക്കേണ്ടി വരുന്നു ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ അർത്ഥം ഞാൻ എന്നാണ് മരിക്കുന്നതെന്നാണ്. അതിനൊരു ഉത്തരം പറയാൻ പോലും നമുക്ക് പറ്റില്ല. അങ്ങനെ തെറ്റായ ചിന്താഗതികൾ നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കാതെ ഇതിനകത്ത് എത്ര നാൾ നാം ജീവിക്കണമെങ്കിൽ ഈ 100 രൂപ വെച്ച് കൂടുതൽ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി എനിക്ക് ദൈവം ആയുസ്സ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 100 രൂപ കൊടുക്കാനുള്ള സന്മനസ്സോടുകൂടി ഇപ്പം 36 പേരാണ് മരിച്ചത്. ഇവിടെ പ്രതീക്ഷ കണക്ക് പറഞ്ഞു, ഒരു വർഷം 3600 രൂപ, 10 വർഷം അടച്ചാലും 36,000 രൂപ വരുള്ളൂ. അങ്ങനെയുള്ള കണക്ക് കൂട്ടലുകളല്ല ഇവിടെ പ്രധാനം. ഇവിടുത്തെ പ്രാധാന്യം നമ്മുടെ കൂട്ടത്തിൽ ഒരു സഹപ്രവർത്തകൻ മരണപ്പെടുമ്പോൾ ആ കുടുംബത്തിലേക്ക് 100 രൂപ വെച്ച് കൊടുത്ത് 10 ലക്ഷം രൂപ കുടുംബത്തിന് കൊടുത്ത് സഹായിക്കാൻ സാധിക്കുന്നല്ലോ എന്നുള്ളൊരു ആത്മാർത്ഥമായ ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് വേണ്ടത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലെ അയ്യൂബിൻ്റെ മകൻ അൽത്താഫ് ഇവിടെ ത്രോബോൾ മത്സരത്തിൽ ഇന്ത്യയിൽ സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തിയെ ഇന്ന് അനുമോദിക്കുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല, ഞാൻ അന്വേഷിച്ചിൽ അറിഞ്ഞത് അൽത്താഫ്
ഇങ്ങനെയുള്ള ത്രോ ബോളിന് മാത്രമല്ല SSLCക്കും ഉന്നത വിജയം നേടി പാസ്സായി എന്നറിഞ്ഞു. ആ കുട്ടിയെ പ്രത്യേകമായിട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഇന്നിവിടെ ഈ പദ്ധതിക്ക് എത്തിച്ചേർന്ന ഏറ്റവും ബഹുമാന്യനായ കേരള ചീഫ് വിപിന് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിജയം കരസ്ഥമാക്കിയ മീനാക്ഷി സുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ചുമതല വാങ്ങുകയാണ്. നല്ലൊരു കയ്യടി കൊടുക്കുക. ഇന്ന് ഈ ഹോട്ടൽ മേഖലയിൽ ഒട്ടേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വ്യാപാരം കൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തെ താങ്ങാകുവാനോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടത്തുവാനോ സാധിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അതിന് ബദലായി അതിനെന്ത് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള ഒരാശയത്തിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ സുരക്ഷാ പദ്ധതി. ആ പദ്ധതിയിലൂടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ ഒരു അംഗം വിട്ടുപിരിയുമ്പോൾ ആ കുടുംബത്തിന് ഒരു 10 ലക്ഷം രൂപയുടെ സഹായം നൽകുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ ഒരു പുണ്യപ്രവൃത്തി തന്നെയായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്നത്. കാരണം ഇന്ന് സംസ്ഥാന പ്രസിഡന്റിന് ഇത് സാധിച്ചത് കേരളത്തിലെ KHR എന്ന സംഘടന കേരളത്തിലെ 14 ജില്ലയിൽ കോട്ടയം ജില്ല ഉൾപ്പെടെയുള്ള ജില്ലകളിലുള്ള നിങ്ങളെപ്പോലെയുള്ള പ്രവർത്തകരുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് സംസ്ഥാന പ്രസിഡന്റിനും സംസ്ഥാന കമ്മിറ്റിക്കും ഇങ്ങനൊരു ബൃഹത്തായ വലിയൊരു പദ്ധതി നടപ്പിലാക്കാനുള്ള ഒരു ആത്മവിശ്വാസം വന്നു. അതാണ് KHR എന്ന സംഘടനയുള്ളത്. ഇവിടെ നമ്മൾ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ജന്മദിനത്തെക്കുറിച്ച് ഷഷ്ടി പൂർത്തി, അതോടൊപ്പം തന്നെ നമ്മൾ സംസ്ഥാന സമ്മേളനം നടത്തിയതും നമ്മുടെയും ഷഷ്ടി പൂർത്തിയായിരുന്നു 2024. 1964 ആരംഭിച്ച ഈ സംഘടനയുടെയും ഷഷ്ടി പൂർത്തിയായിരുന്നു കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം. എന്തായാലും കോട്ടയം ജില്ലയ്ക്ക് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, ഞാൻ ഈ ജില്ലയിൽ വന്നുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഞാൻ ഈ കോട്ടയം ജില്ലക്കാരനാണ്. എന്തായാലും നല്ല കരുത്തരായിട്ടുള്ള ഈ നമ്മുടെ ഷാവുൽ സാഹിബിനെ കൂട്ടും അൻസാരി സാഹിബിനെ കൂട്ടും അതുപോലെ കരുത്തരായ നേതൃത്വം ഈ ജില്ലയ്ക്കുണ്ട്. എന്തായാലും ഈ കൂട്ടായ്മ, ഈ മാനസിക ഐക്യം എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് KHR. ഇന്ന് ഈ വേദി 2 കാര്യങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഒന്ന്, സുരക്ഷാ പദ്ധതി കൈമാറ്റവും അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മുടെ ഇടയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയ 2 ഉന്നത വിദ്യാഭ്യാസം നേടിയ മക്കൾക്ക് അവർക്ക് അനുമോദിക്കൽ ചടങ്ങ്. ഈ സുരക്ഷാ പദ്ധതിയെ സംബന്ധിച്ചോളം മറ്റ് പല സംഘടനകളും ഈ മരണ ഫണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 10 ലക്ഷം രൂപ കൊടുക്കുന്ന ഫണ്ട് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സംഘടന KHR മാത്രമാണ്. മറ്റ് പല സംഘടനകളിലും ഉണ്ടെങ്കിലും ഇതേ ഒരു എമൗണ്ട് 5 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ ആയിരിക്കാം.
10 ലക്ഷം രൂപ നമ്മുടെ അംഗങ്ങൾക്ക് കൈമാറ്റം ചെലുത്തുന്ന കേരളത്തിലെ ഏക സംഘടനയാണ് KHR. വളരെ നല്ല ചിട്ടയോടുകൂടിയ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന കോട്ടയം ജില്ലാ കമ്മിറ്റിക്ക് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കും. എല്ലാ പിന്തുണയും നൽകുന്നതോടെ ഈ പരിപാടികൾ, ഈ വരുന്ന പ്രൊജക്ടുകളെല്ലാം ഭംഗിയായിട്ട് നടത്തുവാൻ കോട്ടയം ജില്ലയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി സംബന്ധിച്ചതിലും കഴിഞ്ഞതിലും വലിയ സന്തോഷം അറിയിക്കുന്നു. കോട്ടയം ജില്ലയുടെ എല്ലാ പരിപാടികൾക്കും എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. സുരക്ഷാ പദ്ധതിയുടെ ഫണ്ട് വിതരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മളിവിടെ ഈ യോഗം സംഘടിപ്പിച്ചത്. സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ബഹുമാന്യരായ സംസ്ഥാന നേതാക്കളോട് സംസാരിച്ചു കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചോളം പറഞ്ഞാൽ കോട്ടയം ജില്ലയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഒരു ദൗത്യമായിട്ട് ഏറ്റെടുത്തത്. എന്നിലുള്ള വിശ്വാസം കൊണ്ടാവാം എന്നെ ഈ ചെയർമാൻ സ്ഥാനത്തേക്ക് വരുത്തുകയും ആത്മാർത്ഥമായി തന്നെ ഞാനത് പ്രവർത്തിക്കുകയും ചെയ്തു. അതിനെനിക്ക് പ്രേരണയായത് എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള യൂണിറ്റിൻ്റെ ഭാരവാഹികളാണ്. ഞാൻ ഒറ്റയ്ക്ക് നിർമ്മിച്ചുള്ള ഒരു കാര്യവും നടക്കില്ല. യൂണിറ്റിൻ്റെ ഭാരവാഹികൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചുകൊണ്ടും പിന്നെ 1-2 വ്യക്തികൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങളൊക്കെ തരുന്ന നമ്മുടെ രാംകുമാർ, ബിബിന്, അതുപോലെ ബിജോ, അതുപോലെ പല യൂണിറ്റിൻ്റെ പല ഭാരവാഹികൾ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രവർത്തനത്തിലേക്ക് എന്നെ നല്ലപോലെ സഹായിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഈ കോൺട്രിബ്യൂഷൻ തുക എമൗണ്ട് അടപ്പിച്ചു തീർക്കാൻ വേണ്ടി ചങ്ങനാശ്ശേരി യൂണിറ്റിൻ്റെ ഭാരവാഹികൾ ഇന്നലെയും 3 ദിവസമായിട്ട് ഇറങ്ങി പ്രവർത്തിച്ച ഒരു 33 പേരോളം കോൺട്രിബ്യൂഷൻ 2-3 ദിവസം കൊണ്ട് അവർ പൂർണ്ണമായിട്ട് അടപ്പിക്കാൻ അവർക്ക് അതുകൊണ്ട് സാധിച്ചു. അതുപോലെ തന്നെ 5 പുതിയ ഫോമുകളും അവർ നേടിയിട്ടുണ്ട്. ഇന്ന് 2 കൂടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പം ചങ്ങനാശ്ശേരി തന്നെ ഏതാണ്ട് 7 പുതിയ മെമ്പർഷിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആദരണീയരായ ഇവിടെ നേതാക്കന്മാർ പറഞ്ഞ പോലെ തന്നെ ഈ പദ്ധതി വിജയിപ്പിക്കേണ്ടത് നമ്മുടെയൊക്കെ അത്യാവശ്യമായ ബാധ്യതയാണ്. കാരണം നമുക്ക് ഈ കിട്ടാൻ പോകുന്ന മരണമടയുന്ന KHR അംഗങ്ങളുടെ ബന്ധുക്കളെ ചേർത്ത് നിർത്തി അവർക്ക് ജീവനോപാധിയായ 10 ലക്ഷം രൂപ ഒരു സംഘടന ഇതുവരെ കേരളത്തിൽ കൊടുത്തിട്ടില്ല. നമ്മളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലുള്ള പ്രവർത്തികൾ ഇനി മുന്നോട്ട് വരാൻ പോകുന്നു. അതിനെല്ലാം നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വന്നു കഴിഞ്ഞിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികൾക്കും ജില്ലാ ഭാരവാഹികൾക്കും ഈ ജില്ലയിലെ യൂണിറ്റിലെ പ്രവർത്തകർക്കും സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.